ചിരിയുടെ പുറകിൽ മറഞ്ഞിരിക്കുന്ന ചതികളെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടുമുട്ടുന്നവരാണ് നമ്മൾ. സ്നേഹഭാഷണങ്ങളുടെ പുറകിലുള്ള വഞ്ചനകൾ. ആട്ടിൻ തോലണിഞ്ഞ ചെന്നായുടെ കഥ ചെറുപ്പകാലത്ത് തന്നെ കേട്ടും പഠിച്ചൊക്കെ വളർന്നവരാണല്ലോ നമ്മൾ. പിന്നീട് ജീവിതത്തിലൊക്കെ കാണും. അത്തരത്തിലൊരു സംഭവമാണ് ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ളത്. വന്ദേ മാതരം പൂർണ്ണമായും ആലപിക്കണമെന്ന് സംസ്ഥാന സർക്കാർ. മോദി പറയുന്നതൊക്കെ വാലാട്ടി അനുസരിക്കുന്ന ഒരു ഭരണകൂടം കേരളത്തിൽ. കെ.സി. വേണുഗോപാൽ പറഞ്ഞത് കറക്റ്റാണ്. ഇത് BJP ഭരിക്കുന്ന സംസ്ഥാനമാണോ? ഇപ്പോഴാണ് പണ്ട് സുരേന്ദ്രൻ പറഞ്ഞത് കുറച്ചുകൂടി വ്യക്തമായത്. 35 പേരെ കിട്ടിയാൽ ഭരിക്കും. എന്തിന് 35 പേർ? 3 മതിയല്ലോ എന്ന് രാജീവ് ചന്ദ്രശേഖർ. കാസർഗോഡ് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചുള്ള മത്സര പരീക്ഷയ്ക്ക് വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ ക്വിസ് പ്രോഗ്രാമിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിച്ച സ്വാതന്ത്ര്യ സമര സേനാനി VD സവർക്കർ. എങ്ങനെ പോകുന്നു പോക്ക്? ആ ശ്രദ്ധ അപകടകരാണ്. അത് വാഹന അപകടത്തിൽ മാത്രമല്ല, തെരഞ്ഞെടുപ്പിലും. ഇപ്പൊ അത് ഏറെക്കുറെ വ്യക്തമായി വരുന്നുണ്ട്. ഇതൊക്കെ മുൻപേ പറയുമ്പോൾ ചാപ്പയടിച്ച് ആക്ഷേപിക്കാനായിരുന്ന ആളുകൾ കെടുകാര്യസ്ഥത ഏറ്റവും ഭംഗിയായി നിറവേറ്റുന്നുണ്ട്. തീരദേശത്താണെങ്കിലും ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ. എന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഒരു ഉളുപ്പുമില്ലാതെ ചോദിക്കുകയും ചെയ്യും. നമ്മുടെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തുകയാണ്. ഇതാണ് ആദ്യമേ പറഞ്ഞത്. ഇത് അപകടകരമായ കളിയാണ്. ഫാസിസത്തിന് കേരളത്തിൽ വേരുറപ്പിക്കാൻ പണിയെടുക്കുന്നവരാണ് ഈ പുഞ്ചിരിയുമായി വരുന്നത്. സൂക്ഷിക്കണം. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. വാരി നിർത്തി വെച്ച് നേരിടണം.